ബഹുമാനപ്പെട്ട ഉമ്മു സുലൈം ബീവി പറഞ്ഞു, എനിക്ക് കെട്ടാൻ കഴിയില്ല. കാരണം ഇസ്ലാമിൽ നിബന്ധനയില്ല, അന്യ മതത്തിലുള്ള ഒരാളെ കെട്ടാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നെൻ്റെ പ്രിയപ്പെട്ടവരെ പറയുമ്പോൾ റുബൈസ ബീവി റളിയല്ലാഹു അൻഹ ആ സമയത്ത് പക്വതയാകുന്ന തീരുമാനമെടുത്തെന്ന് പറയുമ്പോൾ നമ്മുടെ എത്രയോ ചെറുപ്പക്കാരാ പ്രിയപ്പെട്ടവരെ പ്രേമത്തിൻ്റെ പേരിലും മാരകമാകുന്ന ഇതുപോലെ വിപത്തുകളുടെ പേരിലും എൻ്റെ പ്രിയപ്പെട്ടവരെ കള്ളും കഞ്ചാവും കുടിച്ച് നടക്കണം. അല്ലാഹു ഹീമ നൽകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഞാൻ സ്നേഹത്തിൽ ഒരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങളിൽ പലരും പ്രേമം നടിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ട്, ഏതെങ്കിലുമൊക്കെ പെണ്ണിൻ്റെ പുറകിൽ പ്രേമിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ട്. അല്ലാഹുവേ, അവസാനം ഈ പ്രേമം പൊളിയുമ്പോൾ കഞ്ചാവ് ഒടിച്ച് വീടിയും വലിച്ച് സിഗരറ്റും വലിച്ച് മുടിയും വളർത്തി പ്രാന്തനെ പോലെ ഉക്കിനടുക്കയുടെ പരിസരത്തൂടെ നടക്കണ ചില ചെറുപ്പക്കാരുണ്ട്. പാടില്ല. എന്നോടൊരു ഉമ്മ കരഞ്ഞിട്ട് പറഞ്ഞാൽ, ഞാനൊരു പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ എന്നോടൊരു ഉമ്മ കരഞ്ഞിട്ട് പറയാം, ഉസ്താദേ നിങ്ങൾ എൻ്റെ വീട്ടിലേക്കൊന്ന് വരണേ ഉസ്താദേ, എൻ്റെ വീട്ടിലേക്കൊന്ന് വരണേ ഉസ്താദേ, എനിക്കൊരു സങ്കടം പറയാനുണ്ട്. അങ്ങനെ ഞാനും അവിടുത്തെ മുഅദ്ദിൻ ഉസ്താദും കൂടി ആ സഹോദരിയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ഞാൻ ചെല്ലുമ്പോൾ ആ പ്രിയപ്പെട്ട സഹോദരിയുടെ ഭർത്താവും ഈ സഹോദരിയും എൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ കരയുക. ഞാൻ ചോദിച്ചു, എന്തിനാ കരയണേ? ആ സഹോദരി എൻ്റെ പ്രിയപ്പെട്ടവരെ കരഞ്ഞുകൊണ്ട് പറയും, ഉസ്താദേ എൻ്റെ മകനിക്ക് ഒരു പെണ്ണുമായിട്ട് പ്രേമമായിരുന്നു ഉസ്താദേ, എൻ്റെ മകനിക്ക് ഒരു പെണ്ണുമായിട്ട് പ്രേമമായിരുന്നു ഉസ്താദേ. അവസാനം ഇവർ തമ്മിൽ പിരിഞ്ഞു. ഇവൻ ഇന്നേക്ക് ഒരാഴ്ചയായി ഉസ്താദെ ഞങ്ങളോട് ആരോടും മിണ്ടണില്ല. ഇവൻ മുടിയൊക്കെ വളർത്തി, ഇവൻ എന്തോ ഒരു വേറെ ഒരു ലോകത്തിരിക്കണത് പോലെ ഇവൻ ഇരിക്കുക ഉസ്താദെ എന്ന സാധുവായ സഹോദരി കരഞ്ഞിട്ട് പറയുമ്പോൾ, മോനെ പോയത് പോയി, നഷ്ടപ്പെടാനുള്ള നഷ്ടപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വലുത് നമ്മുടെ ഉമ്മയും നമ്മുടെ വാപ്പയ്യ. നമ്മൾ പോയാൽ നമ്മുടെ നഷ്ടം അത് നമ്മുടെ ഉമ്മാക്കും വാപ്പാക്ക. അതുകൊണ്ട് നിങ്ങളോട് സ്നേഹത്തിൽ ഞാൻ പറയാ, ഇതുപോലുള്ള തെറ്റുകളിലേക്കൊന്നും പോകാതെ നന്മകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്കും ചെയ്യാൻ കഴിയണം. ഞാൻ പറഞ്ഞു, 17 വയസ്സുള്ള മമ്പറന്നങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട് ഇസ്ലാമിൻ്റെ പ്രബോധനവുമായി മലപ്പുറം ജില്ലയിലേക്ക് വന്നെങ്കിൽ നമുക്ക് 17 കഴിഞ്ഞ് 25 വയസ്സായി. ഇന്ന് വരെ പള്ളിയുടെ ഒരു ഹൗലെങ്കിലും എനിക്കും നിങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ ക്ലീൻ ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് വരെ നമ്മുടെ മദ്രസയുടെ ഒരു ചെയറെങ്കിലും എനിക്ക് നിങ്ങൾക്കും തുടച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലേ, ഞാൻ പറഞ്ഞു, നമ്മുടെ ചെറുപ്പക്കാരൊക്കെ കഴിഞ്ഞ ഫെബ്രുവരി 14-ാം തീയതി റോസാപ്പൂവും ഡയറി മിൽക്കും മിൽക്കി ബാറൊക്കെ ആയിട്ട് ഓടി നടന്നവരാ. ഉക്കിനെടുക്കയിലും കാസർഗോഡും ബദിയെടുക്കയിലും ചെറലെടുക്കയിലും ഒക്കെ ഓടി നടന്നുകൊണ്ട് ഇത് കൈമാറാൻ നടന്നവരാ. ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രേമത്തിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരു പ്രേമത്തിൻ്റെ കഥ, കല്യാണം കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിൻ്റെ ഹബീബാകുന്ന നബി തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൾ സൈനബ ബീവിയും ഭർത്താവും കൂടി പ്രേമിച്ചൊരു കഥ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പറയാൻ പോവാ. എന്താ? ബഹുമാനപ്പെട്ട സൈനബ് ബീവി റളിയല്ലാഹു അൻഹയുടെയും പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കഥ, അബുൽ ആസ് എന്ന് പറയുന്ന ഭർത്താവിൻ്റെ കഥ എൻ്റെ പ്രിയപ്പെട്ടവരെ പറയാൻ പോവാ. ലോകത്തിൻ്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾക്ക് നുബൂവത്ത് ലഭിക്കുന്നതിന് മുമ്പ്, ഇസ്ലാമിൻ്റെ പ്രബോധനം തുടങ്ങുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട സൈനബ് ബീവി റളിയല്ലാഹു അൻഹയുടെ വിവാഹം എൻ്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞു. എന്താ? ശ്രദ്ധിച്ചേക്കണേ, ബഹുമാനപ്പെട്ട ലോകത്തിൻ്റെ പ്രവാചകനാകുന്ന നബി തങ്ങളുടെ പ്രിയപ്പെട്ട മകളാകുന്ന സൈനബ് ബീവിയുടെ കല്യാണം എപ്പോഴാ കഴിഞ്ഞത്? നുബൂവത്ത് ലഭിക്കുന്നതിന് മുമ്പേ കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ ഹബീബാകുന്ന നബി തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോള് സൈനബ് ബീവിയുടെ വരൻ്റെ പേര് എൻ്റെ പ്രിയപ്പെട്ടവരെ അബുൽ ആസ് എന്നാണ്. എന്താണ്? അബുൽ ആസ് എന്നാണ്. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുടെ പൊന്നുമോള് സൈനബ, സൈനബിന്റെ ഭർത്താവിന്റെ പേരേതാ? അബുൽ ആസ് എന്നാ. അബുൽ ആസ് എന്നാ. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളുണ്ടല്ലോ, നുബൂവത്തിന്റെ പ്രിയമുള്ളവരെ ലഭിച്ചിട്ടില്ല. പടച്ചവനെ, നുബൂവത്ത് ലഭിക്കുമ്പോ സൈനബദാ ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. സൈനബ് ബീവിയുടെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ, അബുൽ ആസ് ഉണ്ടല്ലോ, ഇസ്ലാമിലേക്ക് കടന്നു വരുന്നില്ല, മുസ്ലിം ആകുന്നില്ല. ലോകത്തിന്റെ പ്രവാചകനന്റെ പ്രിയമുള്ളവരെ മദീനത്തേക്ക് പലായനം ചെയ്യുകയാ. മക്കയുടെ തിരുവോരത്തിൽ നിന്ന് ശത്രുക്കളതാ പടച്ചവനെ ദ്രോഹിക്കുമ്പോ, ശത്രുക്കളുണ്ടല്ലോ കഴുത്തിലൂടെ കുടൽമാലയിടുമ്പോ, ശത്രുക്കളുണ്ടല്ലോ മക്കയുടെ തിരുവോരത്തിൽ കല്ലെറിയുമ്പോ,
പെണ്ണുങ്ങളുടെ ഭാഗത്ത് ഇൻഷാ അല്ലാഹ് ആ ഖബർസ്ഥാനിന് വേണ്ടിയിട്ടുള്ള പിരിവ് ഇൻഷാ അല്ലാഹ് അതിൻ്റെ പേരും ലിസ്റ്റൊക്കെ ആയിട്ട് വരും. ആ സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ കൊടുക്കുക. ഇപ്പം കൊടുത്തു വിടണ്ട, ഞാൻ ചോദിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് തന്നാൽ മതി. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു റാഹത്തിലേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിൻ്റെ പ്രവാചകനാകുന്ന നബിതങ്ങളുണ്ടല്ലോ, പടച്ചവനെ മക്കയിൽ നിന്ന് മദീനത്തേക്ക് കടന്നു ചെല്ലുകയാ. മക്കയിൽ നിന്ന് മദീനത്തേക്ക് എൻ്റെ പ്രിയമുള്ളവരെ കടന്നു ചെല്ലുകയാ. ലോകത്തിൻ്റെ പ്രവാചകനതാ പടച്ചവനെ മക്കയുടെ തെരുവോരത്തിലൂടെ കടന്നു പോകുമ്പോ പടച്ചവനെ വഴികളിലുണ്ട് മുള്ളുകളതാ, ചരൽ കല്ലുകളതാ, പാറ കല്ലുകളതാ ഇടുകയാ. മദീനയുടെ നായകനാകുന്ന നബിതങ്ങളോ പടച്ചവനെ മുള്ളുകളിലൂടെ നടക്കുമ്പോ റസൂലുള്ളാഹിയുടെ കാലുകൾ എന്നെ പ്രിയമുള്ളവരെ പൊളിയുകയാ, മുറിയുകയാ, ചോരയുണ്ടല്ലോ കടന്നു വരികയാ. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബിതങ്ങളോ അവസാനം എന്റെ പ്രിയമുള്ളവരെ മക്കയിൽ നിന്ന് മദീനത്തേക്ക് പാലായനം ചെയ്യുകയാ. മദീനത്തേക്ക് എന്റെ പ്രിയമുള്ളവരെ പാലായനം ചെയ്യുമ്പോ അല്ലാഹുവേ ബദർ യുദ്ധമുണ്ടല്ലോ കടന്നു വരികയാ. പടച്ചവനെ ബദരീങ്ങൾ കടന്നു വന്ന ബദർ യുദ്ധമുണ്ടല്ലോ, ശത്രുക്കളുടെ മുമ്പിലോ ഇസ്ലാമിന് വിജയം കൈവരിച്ച ബദർ യുദ്ധമുണ്ടല്ലോ. അല്ലാഹുവേ ചരിത്രമേതാ ബദർ യുദ്ധം എന്റെ പ്രിയമുള്ളവരെ കടക്കുമ്പോ, ബദർ യുദ്ധം എന്റെ പ്രിയമുള്ളവരെ നടക്കുമ്പോ എതിരാളി ആരാ? ലോകത്തിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോളോ സൈനബ് ബീവിയുടെ പ്രിയപ്പെട്ട ഭർത്താവാ അബുൽ ആസ് എന്ന് പറയുന്ന അമുസ്ലിമാ. അബുൽ ആസ് ഉണ്ടല്ലോ ലോകത്തിന്റെ പ്രവാചകന്റെ നേരെ ശത്രുവായിട്ട് കടന്നു വരുമ്പോ ശത്രുക്കളതാ അബുൽ ആസിനോട് പറയുകയാ, ഇത് നിന്റെ അമ്മോശനല്ലേ, ഭാര്യയുടെ പിതാവല്ലേ, നീ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നീ നിന്റെ ഭാര്യയാകുന്നു സൈനബിനെയുണ്ടല്ലോ ഈ ലോകത്തിന്റെ പ്രവാചകനെന്ന് പറയപ്പെടുന്ന മുഹമ്മദിന്റെ കയ്യിലേക്കോ തിരിച്ചേൽപ്പിക്കുക, കടത്തിവിടുക. പടച്ചവനെ അബുൽ ആസ് പറയുകയാ, അതിലേക്ക് നിങ്ങൾ എന്റെ കുടുംബകാര്യത്തിലേക്കോ എന്റെ ജീവിതത്തിലേക്കോ നിങ്ങളതാ കടന്നു വരേണ്ട കാര്യമില്ല. പടച്ചവനെ ബദർ യുദ്ധം അതാ നടക്കുകയാ. ബദർ യുദ്ധം നടക്കുമ്പോ ഇസ്ലാമിന് എന്റെ പ്രിയമുള്ളവര് അൽഹംദുലില്ലാഹ് വിജയമുണ്ടല്ലോ കൈവരിക്കുകയാ. ബദർ യുദ്ധം അതാ കഴിയുകയാ. പടച്ചവനെ ശത്രുക്കൾ വിട പറയുകയാ. ശത്രുക്കളതാ പലരുമുണ്ടല്ലോ വിട പറയുകയാ. കുറച്ചാളുകളെ ബന്ദിയാക്കുകയാ. കുറച്ചാളുകളെ മുസ്ലിമീങ്ങൾ എന്റെ പ്രിയമുള്ളവരെ യുദ്ധത്തിൽ നിന്ന് കിട്ടിയ ശത്രുക്കളെയുണ്ടല്ലോ ബന്ദിയാക്കുകയാ. അങ്ങനെ കഥാ പ്രവാചകനാകുന്ന നബിതങ്ങൾ നോൽക്കുമ്പോ ഒരാളിങ്ങനെ കടന്നു വരികയാ. അതാരെന്നറിയോ? അബുൽ ആസിനെ ബന്ദിയാക്കി കൊണ്ടുവരികയാ. ലോകത്തിന്റെ പ്രവാചകന്റെ മരുമകനാ, ലോകത്തിന്റെ പ്രവാചകന്റെ പൊന്നുമോളുടെ ഭർത്താവാ അബുൽ ആസോ പടച്ചവനെ ബന്ദിയാക്കി കൊണ്ടുവരികയാ. ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാ, ബന്ദിയിൽ നിന്ന് നിങ്ങളെ യഥാ മാറ്റണമെങ്കിലോ മോചന ദ്രവ്യമുണ്ടല്ലോ കൊണ്ടുവന്നോ, നിങ്ങൾക്കതാ രക്ഷപ്പെടാ. മക്കയിൽ നിന്ന് മോചന ദ്രവ്യമുണ്ടല്ലോ പടച്ചവനെ കൊണ്ടുവരികയാ. എല്ലാവരും അതാ കടന്നു പോകുകയാ. പടച്ചവനെ അബുൽ ആസിനെ കൊണ്ടുപോകാൻ മോചന ദ്രവ്യമുണ്ടല്ലോ ആരും അതോ കൊണ്ടുവരുന്നില്ല. ദിവസങ്ങൾ കഴിയുകയാ. പടച്ചവനെ ആഴ്ചകൾ കഴിയുമ്പോ ഒരു സഹാബി അതോ പടച്ചവനെ കൊണ്ടുവരികയാ. ഒരു പൊതിയിങ്ങനെ കൊണ്ടുവരികയാ. ലോകത്തിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് പടച്ചവനെ അള്ളാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളുടെ ചാരത്തേക്കോ ഒരു പൊതിയുണ്ടല്ലോ ഒരു സഹാബി ഇങ്ങനെ കൊണ്ടുവരികയാ. എന്നിട്ടതാ പറയുകയാ, ഇതാര് തന്നതാ? ഇത് സൈനബുണ്ടല്ലോ തന്നതാ. ലോകത്തിന്റെ പ്രവാചകന്റെ കൈകളിലേക്കോ ആ പൊതിയിങ്ങനെ കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് അതിങ്ങനെ തുറന്നു നോക്കുകയാ.
അല്ലാഹുവേ, ആ സഹാബി കൊണ്ടുവന്നു പൊതി ഇങ്ങനെ തുറന്നു നോക്കുകയാ. തുറന്നു നോക്കുമ്പോ പ്രവാചകൻ ഇങ്ങനെ കരയുകയാ. അതിലൊരു മാലയാ, അതിലൊരു മനോഹരമാകുന്ന മുത്തിന്റെ മാലയാ. റസൂലുള്ള കരയുമ്പോ റസൂലുള്ളയോട് സഹാബത്ത് കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലോ, എന്തിനാണ് കരയുന്നത് നബിയേ? എന്തിനാണ് സങ്കടപ്പെടുന്നത് നബിയേ? എന്തിനാ നബിയേ അങ്ങ് കരയുന്നത്? ഈ മുത്തിന്റെ മാല കണ്ടിട്ട് അങ്ങെന്തിനാ കരയണത്? അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇതെന്റെ പ്രിയപ്പെട്ട പൊന്നുമകളാകുന്ന സൈനബ് കൊടുത്തുവിട്ട മാലയാ. ഈ മാല സൈനബിന് ആര് കൊടുത്താണെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഖദീജ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട ഖദീജ എന്നോട് ചോദിച്ചു, എൻ്റെ കയ്യിലിരിക്കണ ഈ മാല ഞാൻ ആർക്ക് കൊടുത്തോട്ടെ? ഈ സൈനബിന് കൊടുത്തോട്ടെ. അങ്ങനെ സൈനബിന് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഖദീജ കൊടുത്ത മാലയാണ് പ്രിയപ്പെട്ട ഭർത്താവാകുന്ന അബുൽ ആസിന് വേണ്ടിയിട്ട് കൊടുത്തു വിട്ടതെന്ന് ലോകത്തിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ മരുമകനാകുന്ന അബുൽ ആസിനെ എൻ്റെ പ്രിയപ്പെട്ടവരെ മക്കയിലേക്ക് തിരിച്ചുവിട്ടു. അല്ലാഹുവേ, ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളുടെ പ്രിയപ്പെട്ട മരുമകനാകുന്ന അബുൽ ആസ് ഉണ്ടല്ലോ, സൈനബിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുമ്പോ സൈനബദ സ്വീകരിക്കുകയാ. സൈനബദ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാ. റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട മരുമകനുണ്ടല്ലോ, മുഖത്ത് തെളിച്ചമില്ല, ആനന്ദമില്ല, വിടർച്ചയില്ല. സൈനബന്റെ പ്രിയമുള്ളവരെ ചോദിക്കുകയാ, എന്താണ് പ്രശ്നം ഭർത്താവേ? എന്താണ് പ്രശ്നം ഭർത്താവേ? സൈനബിനോട് എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, എന്തെന്നറിയോ? നിന്റെ പിതാവാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ എന്നോട് പറഞ്ഞു തന്നൊരു കാര്യമാ, നിന്നെ തിരിച്ചു വിടണമെന്ന് അല്ലാഹുവിന്റെ റസൂല് പ്രഖ്യാപിച്ചിരിക്കുകയാ. ഞാനൊരു മുസ്ലിമല്ല, നീ ഒരു മുസ്ലിമാ. ഞാനൊരു മുസ്ലിമല്ല, നീ ഒരു മുസ്ലിമാ. എനിക്ക് മുസ്ലിമാകാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ നിന്നെ അതാ തിരിച്ചു വിടണമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിരിക്കുകയാ, മുഹമ്മദ് പറഞ്ഞിരിക്കുകയാ. നിന്നെ ഞാൻ മുസ്ലിം അല്ലാത്തത് കൊണ്ട് നിന്നെ തിരിച്ചു വിടണമെന്ന് ആര് പറഞ്ഞിരിക്ക? ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ പറഞ്ഞിരിക്ക. അതുകൊണ്ട് നീ ഹബീബാകുന്ന നബി തങ്ങളുടെ ചാരത്തേക്ക് പോകണമെന്ന് ആര് പറഞ്ഞു? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭർത്താവാകുന്ന അബുൽ ആസ് സൈനബ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു. സൈനബ് കരഞ്ഞുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ ചാരത്തേക്ക് കടന്നു ചെന്നു. അല്ലാഹുവേ, സൈനബിന്റെ മുഖം കാണുമ്പോൾ ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ പറഞ്ഞു, വാപ്പാക്ക് ഇഷ്ടമില്ലാനിട്ടല്ല, പക്ഷേ ഇസ്ലാം അനുവദിക്കണില്ല. ഒരു മുസ്ലിമാകുന്ന സഹോദരന്റെ കൂടെ ജീവിക്കാൻ ഒരിക്കലും പരിശുദ്ധമാക്കപ്പെട്ട് ഇസ്ലാം എന്ത് ചെയ്യണില്ല? അനുവദിക്കണില്ല. അല്ലാഹുവേ, 2 ദിവസം കഴിയുമ്പോ ലോകത്തിന്റെ പ്രവാചകന്റെ പൊന്നുമോള് സൈനബുണ്ടല്ലോ, 2 ദിവസം കാത്തു നിൽക്കുകയാ. 2 ദിവസം കഴിയുമ്പോ സൈനബന്റെ പ്രിയമുള്ളവരെ, അബുൽ ആസിനെ മക്കയിൽ നിന്ന് കൊണ്ടുവരികയാ. എന്നിട്ടതാ പ്രഖ്യാപിക്കുകയാ, ഈ അബുൽ ആസ് ഉണ്ടല്ലോ, എൻ്റെ അഭയത്തിലാ കൊല്ലാൻ, ആക്രമിക്കാൻ, അടിക്കാൻ, തൊഴിക്കാൻ പാടില്ല. ഇതെന്റെ ഭർത്താവാ, ഞാനുമായി ബന്ധമൊന്നുമില്ല. പക്ഷേ ഈ അബുൽ ആസ് എൻ്റെ അഭയത്തിലായതുകൊണ്ട് ഇയാളെ ആർക്കും തൊടാൻ പറ്റില്ലെന്ന് ആര് പറഞ്ഞു? ബഹുമാനപ്പെട്ട സൈനബന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബിതങ്ങളോടും മറ്റുള്ള സഹാബത്തിനോടും എൻ്റെ പ്രിയപ്പെട്ടവരെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അള്ളാന്റെ റസൂല് പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ അബുൽ ആസിനെ എന്ത് ചെയ്യാൻ പാടില്ല? ആക്രമിക്കാൻ പാടില്ല. അബുൽ ആസ് സൈനബിന്റെ അഭയമായിട്ട് ജീവിക്കാൻ വേണ്ടി വന്നവരാ. അതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മൾ ഒന്നും എൻ്റെ പ്രിയപ്പെട്ടവരെ ചെയ്യാൻ പാടില്ല എന്ന് ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രഖ്യാപിച്ചു. എന്നിട്ട് മരുമകനാകുന്ന അബുൽ ആസിനോട് ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ ഒരു കാര്യം പറഞ്ഞു. എന്താ? അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ പറയുകയാ, നീ എൻ്റെ പൊന്നുമോളുടെ ഭർത്താവാ, എന്നാൽ മുസ്ലിമല്ല.
അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട മകളാകുന്ന സൈനബിന്റെ ശരീരത്തിലേക്ക് തൊടാൻ പാടില്ല. അവളെ ഒന്നെങ്കിൽ എന്നിലേക്ക് തിരിച്ചു വിടുക, അല്ലെങ്കിൽ വെറുതെ വിടുക എന്നെന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ ലോകത്തിന്റെ പ്രവാചകന്റെ മുമ്പിൽ വെച്ചോ അബുൽ ആസന്റെ പ്രിയമുള്ളവരെ പ്രഖ്യാപിക്കുകയാ. ഏതെന്നറിയോ? ഇസ്ലാമിലേക്ക് കടന്നു വരാം ശത്രുവാകുന്ന എന്നോട് പോലും ഇത്രയും മാന്യമായിട്ട് ലോകത്തിന്റെ പ്രവാചകനുണ്ടല്ലോ പെരുമാറിയെന്ന് ചരിത്രം പറയുമ്പോ അബുൽ ആസന്റെ പ്രിയമുള്ളവരെ ലോകത്തിന്റെ പ്രവാചകന്റെ കൈ പിടിക്കുകയാ. എന്നിട്ടതാ പറയുകയാ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നെന്ന് ചരിത്രം എന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ എന്തിനാ പറഞ്ഞതെന്നറിയോ? എന്തിനാ ഓർമ്മപ്പെടുത്തിയതെന്നറിയോ? എന്റെ ചെറുപ്പക്കാരാ, എന്നെ നിറഞ്ഞിരിക്കുന്ന ചെറുപ്പക്കാരാ, എന്നെ നിറഞ്ഞിരിക്കുന്ന പെങ്ങള്, എത്രയോ പേരോ വാപ്പയുടെ പൊരുത്തമില്ലാതെ ഉമ്മയുടെ പൊരുത്തമില്ലാതെ ഒളിച്ചോടുന്ന എത്രയോ പാപികളാ. പാടില്ല, പാടില്ല. മംഗലാപുരത്ത് പഠിക്കാൻ പോയവളാ. മംഗലാപുരത്ത് നമ്മുടെ മക്കൾ എന്റെ പ്രിയമുള്ളവരെ പഠിക്കാൻ പോയവരാ. പഠിക്കാൻ പോയിട്ടോ പാതിരാത്രിയിൽ മതില് ചാടിയിട്ടോ കാമുകന്റെ ബൈക്കിന്റെ പിന്നാലെ കയറിയിരുന്നു കൊണ്ട് ഓടുന്നവരാ. പാടില്ല, പാടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, വാപ്പയുടെ പൊരുത്തമില്ലാതെ ഉമ്മയുടെ പൊരുത്തമില്ലാതെ കുടുംബജീവിതം ആരംഭിക്കുന്നവരെ, കുടുംബജീവിതം ആരംഭിക്കുന്നവരെ ബറക്കത്തില്ല, സന്തോഷമില്ല. യുവത്വത്തിന്റെ രക്തത്തിന്റെ തിളപ്പിലെന്റെ ചെറുപ്പക്കാരാ, ഏതെങ്കിലും ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നുമ്പോ ആ പെണ്ണുമായിട്ട് ഒളിച്ചോടാൻ വെമ്പൽ കൊള്ളുന്ന, രാജ്യം വിടാനോ വെമ്പൽ കൊള്ളുന്ന എന്റെ ചെറുപ്പക്കാരാ, പാടില്ലോ, പാടില്ല. നിങ്ങളോട് പറയുകയാ, വാപ്പയുടെ പൊരുത്തമില്ലാതെ ഉമ്മയുടെ പൊരുത്തമില്ലാതെ കുടുംബജീവിതം ആരംഭിക്കുന്നവര് റസൂലുള്ള പറഞ്ഞല്ലോ, അവരതാ മുഖം കെട്ടുകൊണ്ട് മരിക്കേണ്ടി വരുന്നത്. നാദോ കാക്കണേ അല്ലോ, കബൂലാക്കണേ അല്ലോ. വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തമില്ലാതെ കുടുംബജീവിതം ആരംഭിച്ചാൽ അതിലെന്റെ പ്രിയപ്പെട്ടവരെ ബറക്കത്തില്ലെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പറയണേ. നമ്മുടെ ഈ യുവത്വത്തിന്റെ രക്തത്തിളപ്പിൽ ഏതെങ്കിലും ഒരു പെണ്ണിനോട് സ്നേഹം വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ആ പെണ്ണുമായിട്ട് ഒളിച്ചോടാൻ വേണ്ടി കാത്തു നിൽക്കും. ആ പെണ്ണുമായിട്ട് ഒളിച്ചോടാൻ വേണ്ടി കാത്തു നിൽക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ ഒളിച്ചോടുന്ന പെൺമക്കളോട് ഞാൻ ചോദിക്കട്ടെ, ഒളിച്ചോടുന്ന ചെറുപ്പക്കാരോട് ഞാൻ ചോദിക്കട്ടെ, 18 വയസ്സ് വരെ എന്നെയും നിങ്ങളെയും എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പെൺമക്കളെ, നമ്മുടെ വാപ്പ ഉമ്മമാര് എത്രത്തോളം സ്നേഹത്തിൽ നോക്കിയവരാ അല്ലേ? 18 വയസ്സ് വരെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും നമ്മുടെ പെൺമക്കളെ എത്രത്തോളം സ്നേഹത്തിൽ നോക്കിയവരാ. 18ാമത്തെ വയസ്സിൽ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലൈക്ക് ഇടുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഷെയർ ഇടുമ്പോൾ, അല്ലെങ്കിൽ ഒരു ലവിൻ്റെ ചിഹ്നം ഇടുമ്പോൾ, ഒരു മെസ്സേജ് അയക്കുമ്പോൾ അതിലേക്ക് ഇഷ്ടം തോന്നിയിട്ട് പോകുന്ന ചില ആളുകളുണ്ട്. പാടില്ല, പാടില്ല. നിങ്ങളോട് സ്നേഹത്തിൽ പറയുക, നമ്മുടെ യുവത്വത്തിൻ്റെ രക്തത്തിളപ്പിൽ വാപ്പയുടെ ഉമ്മയുടെയും പൊരുത്തമില്ലാതെ കുടുംബജീവിതം ആരംഭിച്ചാൽ മുഖം കെട്ടുകൊണ്ട് മരിക്കേണ്ടി വരുമെന്ന് ഹബീബന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു ഹീമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് ഞാൻ സ്നേഹത്തിൽ പറയുക, നമ്മുടെ യുവത്വം മുഴുവനും ദീനിന് വേണ്ടി കൊടുക്കാൻ കഴിയണം. എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. കാരണം ഉക്കിനടുക്കയിൽ ഇങ്ങോട്ട് വയലിന് വരുന്നത് വഴി എന്നെ വിളിക്കാൻ വന്നൊരു 4 ചെറുപ്പക്കാർ അവരിങ്ങനെ പറഞ്ഞു, സാറേ ഞങ്ങളുടെ നാട്ടിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ കൂടി നിന്നിട്ട് അല്ലേ, ഒരു അൽഹംദുലില്ലാ ഞാൻ വരുമ്പോൾ എന്തോ 57,000 റുപ്യ 58,000 റുപ്യ ആയിട്ടുണ്ട്, കണക്ക് ഒരു 58,000 റുപ്യ ആയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ അൽഹംദുലില്ലാ ഒരുമിച്ച് നിന്നിട്ട് അൽഹംദുലില്ലാ നമ്മുടെ പള്ളിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അൽഹംദുലില്ലാ പൈസ കൊടുക്കുക. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കണേ റഹ്മാനെ, റാഹത്തിലാക്കണേ റഹ്മാനെ. അല്ലേ, ഒരു കൂട്ടം യുവാക്കൾ കൂടി സംഘടിപ്പിച്ച നാസർ ക്ലബ്ബ്, നസർ ക്ലബ്ബ് ഉക്കിനെടുക്കുക. അൽഹംദുലില്ലാ നമ്മുടെ ഖബർസ്ഥാനിന് വേണ്ടിയിട്ട് സ്ഥലമില്ല, ഉള്ളത് കഴിഞ്ഞ് ഇനി മരിച്ച സ്ഥലമില്ലെന്നാ പറയണേ, ഇനി മരിച്ചാൽ സ്ഥലമില്ലെന്നാ പറയണേ. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു ഹീമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എനിക്ക് ഇവരെക്കാൾ കൂടുതൽ എൻ്റെ വിഷമം അറിയും, ഇവരെക്കാൾ കൂടുതൽ എനിക്കതിൻ്റെ വിഷമം അറിയും. ഞാൻ കൊല്ലത്ത് മാലിക്കര അയത്തിൽ പള്ളിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് 1400 വീട്ടുകാർ അവിടെ ഉണ്ട്. 1400 വീട്ടുകാർ അവിടെ ഉണ്ട്. പള്ളിക്കുള്ള സ്ഥലമൊക്കെ കഴിഞ്ഞു, ഖബറടക്കി കഴിഞ്ഞു.
വെട്ടിയ കബറിൽ തന്നെയാണ് പിന്നെ അല്ലേ തന്നെ കബറിൽ അതാവാ, പിന്നെ ആ കബർ തുറന്ന് പിന്നെയും പിന്നെ അടക്കുക. ഒരു ദിവസം ഞാനിങ്ങനെ രാവിലെ ഇങ്ങനെ നോക്കുമ്പോൾ പള്ളിയുടെ സെക്രട്ടറി ഇങ്ങനെ പള്ളിക്കാട്ടിൽ ഇങ്ങനെ തപ്പുക. ഞാൻ മേളിൽ നിന്ന് വിളിച്ചിട്ട് വെച്ച് എന്താ തപ്പണേന്ന് ചോദിച്ചു. ഉസ്താദേ, നമ്മുടെ മഹലിൽ ഒരാൾ മരണപ്പെട്ടു ഉസ്താദേ, കബറടക്കാൻ സ്ഥലമില്ല, സ്ഥലം തപ്പുക. എന്താ പറഞ്ഞേ? കബറടക്കാൻ സ്ഥലമില്ല ഉസ്താദേ, സ്ഥലം തപ്പുവാണെന്ന് പറയുമ്പോൾ അല്ലാഹുവേ, ഈ കബറിടക്കാൻ വേണ്ടി സ്ഥലം കൊടുക്കണം, സ്ഥലം മേടിക്കാൻ വേണ്ടി പൈസ കൊടുക്കുന്ന പാവങ്ങൾ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ രാത്രി എങ്ങാനും മരിച്ചാൽ, അല്ല ഉസ്താദേ, ഇന്നത്തെ രാത്രി എങ്ങാനും മരിച്ചാൽ നമ്മളെ കൊണ്ട് കബറിലേക്ക് വെച്ചാൽ നമ്മുടെ കബറിൻ്റെ അകത്ത് എന്തുണ്ട്? 2 ബാക്കിയുണ്ട്. ഭാഗ്യമുള്ളവരാരാ? ഇൻഷാ അല്ലാ. അള്ളാഹു നല്ല മരണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചിലപ്പോൾ ഉസ്താദാകാം, ചിലപ്പോൾ ഞാനാകാം, ചിലപ്പോൾ നിങ്ങളാകാൻ പറയാൻ പറ്റില്ല. അല്ല ഉസ്താദ്, 2 കബർ ഇവിടെ നേരത്തെ വെട്ടിയിടല. അപ്പോൾ 2 കൂടുതൽ മരിച്ചാൽ പിന്നെ എന്ത് ചെയ്യും? ഉണ്ടാവില്ല. 2 കൂടുതലുണ്ടാ എന്ത് ചെയ്യും ഉസ്താദ്? ഇനി സ്ഥലമില്ല. ഇനി ചിലപ്പോൾ നമ്മുടെ ഇന്റർലോക്കൊക്കെ പൊളിക്കേണ്ടി വരും. അള്ളാഹു കാത്തിരിക്കട്ടെ. അള്ളാഹു ഹീമ നൽകി ഇരിക്കുമാറാവട്ടെ. അങ്ങനെ ഉണ്ടാകില്ലെന്ന് നിങ്ങളിൽ പലരും പറഞ്ഞു. വന്നാലോ ഒരു കോവിഡ് ഇനിയും വന്നാലോ, അല്ലെങ്കിൽ ഒരു ഒമിക്രോൺ ഇനിയും വന്നാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൈറസ് നിപ്പ ഇനിയും വന്നാലോ, കാസർഗോഡ് ഉക്കിനിടുക്കേന്ന് നിപ്പ ഉത്ഭവിച്ചാലോ, നമ്മളെ നലിച്ചു നോക്കിയേ, നമ്മുടെ നാട്ടിൽ മരണം അധികരിച്ചാലോ, അടക്കാൻ സ്ഥലമില്ലാതെ ഏതെങ്കിലും ജമാഅത്തിൻ്റെ പരിസരത്ത് കൊണ്ട് നമ്മുടെ കബർ, എൻ്റെ പ്രിയപ്പെട്ടവരെ കബർ അടക്കേണ്ടി വരും. അള്ളാഹു നീ കാത്തിരിക്കണേ അല്ലാ, ഈമാ നൽകണേ അല്ലാ. ഞാൻ പറഞ്ഞില്ലേ, എന്നോട് ഇന്നലെ ഒരു സഹോദരൻ പറഞ്ഞ, ഉസ്താദേ, എൻ്റെ ഭാര്യയും എൻ്റെ പ്രിയപ്പെട്ട മകളും ക്യാൻസർ വന്ന് മരിച്ചു ഉസ്താദേ, ഞാൻ തകർന്നുപോയി. എന്താ പറഞ്ഞാൽ ഞാൻ തകർന്നുപോയി ഉസ്താദേ. എൻ്റെ വീടിൻ്റെ തൊട്ട് പുറകിൽ പള്ളിക്കട ഉസ്താദേ. ഞാൻ നേരെ ചെയ്തതെന്തെന്നറിയോ? എനിക്ക് 10 സെൻറ്റ് സ്ഥലമുണ്ട് ഉസ്താദേ. അതിൽ നിന്ന് 1 സെൻറ്റ് സ്ഥലം ഞാൻ എൻ്റെ പള്ളിക്ക് കൊടുത്തിട്ട് അത് ഖബർസ്ഥാനിലേക്ക് ഞാൻ നിയ്യത്ത് ചെയ്തിട്ട് അതിലാണ് ഉസ്താദേ എൻ്റെ ഭാര്യയും മകളെയും അടക്കിയതെന്ന സഹോദരൻ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ നിങ്ങളോട് ഞാൻ സ്നേഹത്തിൽ പറയാ, ഇന്നത്തെ രാത്രി നമ്മളെങ്ങാനും മരിച്ചാൽ നമ്മുടെ ഖബറിൽ എന്തുണ്ട്? ഇന്നത്തെ രാത്രി എങ്ങാനും ആശിഖ് മരിച്ചാൽ, പലരുടെ ഖത്തീബ് ഉസ്താദ് മരിച്ചാൽ, നമ്മുടെ മുഅദ്ദിൻ ഉസ്താദ് മരിച്ചാൽ, ഇതിൻ്റെ കമ്മിറ്റിക്കാർ മരിച്ചാൽ, ഈ നാട്ടിലെ ചെറുപ്പക്കാർ മരിച്ചാൽ നമ്മളെ കൊണ്ട് ഖബറിൽ വെക്കും. ഖബറിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞ് മൂടുപലക വെക്കും. അത് കഴിഞ്ഞ് മണ്ണിങ്ങനെ വാരിയിടും. എല്ലാവരും പിരിഞ്ഞു പോകും. എന്നാൽ ലോകത്തിൻ്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുന്നു, നമ്മുടെ ഖബറിൽ നമ്മുടെ ജനാസയുടെ വലത്തേ ഭാഗത്തു കൂടി ഒരു പ്രകാശം വരുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറയണേ? നമ്മുടെ ഖബറിൽ നമ്മുടെ മയ്യത്തിൻ്റെ, നമ്മുടെ ജനാസയുടെ വലത്തേ കൈയുടെ ഭാഗത്തുകൂടി ഒരു പ്രകാശം കടന്നു വരുമെന്ന. നമ്മൾ ചോദിക്കും നബിയെ, നമ്മൾ ചോദിക്കും അല്ലാ, ഇതെന്തുകൊണ്ടാണ് പടച്ചവനെ എൻ്റെ വലത്തേ കൈയുടെ ഭാഗത്തുകൂടി പ്രകാശം വരാൻ കാരണം? അള്ളാഹു പറയും, ഇട ചങ്ങാതി, 1 രൂപയെങ്കിലും അൽഹംദുലില്ലാ ഈ ബദ്രിയ ജുമാ മസ്ജിദിന്റെ ഖബർസ്ഥാനിലേക്ക് കൊടുത്താൽ, 1000 കൊടുക്കണമെന്നില്ല, ലക്ഷങ്ങൾ കൊടുക്കണമെന്നില്ല, സെന്റുകൾ കൊടുക്കണമെന്നില്ല, കോടികൾ കൊടുക്കണമെന്നില്ല, 1 രൂപയെങ്കിലും അൽഹംദുലില്ലാ ഈ ബദ്രിയ പള്ളിയുടെ ഖബർസ്ഥാനിന് വേണ്ടിയിട്ട് 1 രൂപയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ ഖബറിൻ്റെ അകത്ത് നിങ്ങളുടെ കൈയുടെ വലത്തെ ഭാഗത്തു കൂടി ഒരു പ്രകാശം വരുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. അൽഹംദുലില്ലാ നമ്മുടെ ഈ നാട്ടിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ അൽഹംദുലില്ലാ നസർ അല്ലേ ഉസ്താദേ, നസർ എന്ന് പറയുന്ന ക്ലബ്ബ് അൽഹംദുലില്ലാ ഉക്കിനെടുക്കുക. ഇപ്പം ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നത് വഴി ബേക്കലിൽ ഭയങ്കര തിരക്ക്. ഞാൻ ബേക്കലിൽ താമസിക്കുമ്പോൾ ബേക്കലിൽ ഭയങ്കര തിരക്ക്. അപ്പോൾ എൻ്റെ വണ്ടി ഓടിക്കുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ ഇവിടെ ഒരു ക്ലബ്ബുണ്ട് ഉസ്താദ്. എന്താ പറഞ്ഞത്? ഇവിടെ ഒരു ക്ലബ്ബുണ്ട്. ഈ ക്ലബ്ബുകാരെല്ലാവരും കൂടി ഫുട്ബോൾ കളി ഉസ്താദെ തീരുമാനിച്ചിട്ടുണ്ട്, അതിൻ്റെ തിരക്കാണെന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ ഈ നാട്ടിലെ നസർ ക്ലബ്ബ് അൽഹംദുലില്ലാ ഉക്കിനെടുക്കുക. അൽഹംദുലില്ലാ ഖബർസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി അൽഹംദുലില്ലാ 65,000 രൂപ അൽഹംദുലില്ലാ തന്നിട്ടുണ്ട്. അള്ളാഹുവിനെ കബൂലാക്കണേ അല്ലാ. 65,000 ക്ലോസ് ആക്കി നിങ്ങൾ ഇല്ല? ഇനി ഉണ്ടോ? 65,000 ക്ലോസ് ആക്കിയിട്ടില്ല. 1 ലക്ഷം ആക്കൂല നിങ്ങൾ വിചാരിച്ചൊക്കെ നടക്കുമ്പ 1 തുടങ്ങി 65,000 ആക്കിയില്ലേ? എല്ലാവരും പൈസക്കാരാ? ഇല്ല, എല്ലാവരും പൈസക്കാരാ? ഗൾഫ് അല്ലെ, ഗൾഫൊക്കെ പോയപ്പാ എല്ലാവരും പട്ടിണിയില്ല. ഇപ്പം നമ്മളെ കാട്ടി BPL കാർഡാണ് ഗൾഫിലുള്ള പാവപ്പെട്ട പ്രവാസികൾക്ക്. അള്ളാഹു കാത്തിരിക്കട്ടെ. അള്ളാഹു ഹീമ നൽകി ഇരിക്കും മറവട്ടെ. ഈ ചില പള്ളിയിലൊക്കെ ഉണ്ട്, നാട്ടുകാർക്ക് 1 മാസം വരി, ഗൾഫുകാർക്ക് വേറെ മാസം വരി. അതിവിടെ ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? ഇല്ല, അങ്ങനെയില്ല. ചില പള്ളിയിലൊക്കെ അങ്ങനെ, നാട്ടുകാർക്ക് 200 രൂപ, ഗൾഫിലുള്ള പ്രവാസികൾക്ക് 300 രൂപ.
ചില കമ്മിറ്റിക്കാരുടെ വിചാരം ഓരവിടെ അറബിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പറിച്ചെടുക്കാന്ന പൈസ അല്ല ഇവര് അവിടെ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ് മിനാരത്തിനും പള്ളിക്കും ദർസിനുമൊക്കെ അൽഹംദുലില്ലാ കൊടുക്കുന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാ നമ്മുടെ നസർ ക്ലബ്ബ് അൽഹംദുലില്ലാ ഒക്കിനെടുക്കുക ഖബർസ്ഥാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അൽഹംദുലില്ലാ 65,000 രൂപ അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, പടച്ചവനെ കബൂലാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ, ഇസ്സത്തിലാക്കണേ അല്ലാ, പ്രതിഫലങ്ങൾ കൊടുക്കണേ അല്ലാ, ഖൈറിലാക്കണേ അല്ലാ, ഈമാൻ കൊടുക്കണേ അല്ലാ. എല്ലാവരും ഒരു ആമീൻ പറഞ്ഞു. കൊടുക്കാൻ കഴിവില്ലെങ്കിൽ കുഴപ്പമില്ല, കൊടുക്കുന്നവർക്കോ നിങ്ങളുടെ ആമീൻ ഒരു പ്രചോദനമാ. അല്ലാ കബൂലാക്കണ അല്ലാ, റാഹത്തിലാക്കണ അല്ലാ. സുർറീഹൽ മുസ്തഫ വാസിദ് ഇഖാമതൻ ബിഹി സുർത ഹമീം സാവിയൻ അൽ ഖൽബിക സിൽസാലി സാൽ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. നാദാ കബൂലാക്കണ അല്ലാ, റാഹത്തിലാക്കണ അല്ലാ. പടച്ചവനെ നസർ എന്ന് പറയുന്ന ക്ലബ്ബിലെ പാവപ്പെട്ട സഹോദരങ്ങളോ അവർക്ക് ഖൈർ കൊടുക്കണേ അല്ലോ, ഈമാൻ കൊടുക്കണേ അല്ലോ, അദബ് കൊടുക്കണേ അല്ലാ, രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാ, ക്യാൻസർ കൊടുക്കല്ലേ അല്ലാ, ബ്രെയിൻ ട്യൂമർ കൊടുക്കല്ലേ അല്ലാ, മൈഗ്രെയിൻ കൊടുക്കല്ലേ അല്ലാ, കാലവിപത്തുകൾ കൊടുക്കല്ലേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. നാട്ടിലുള്ള സാധുക്കളുണ്ടല്ലോ, പ്രവാസ ലോകത്തുള്ള പാവങ്ങളുണ്ടല്ലോ, അവർക്ക് മുഴുവനും നാദോ സന്തോഷങ്ങൾ കൊടുക്കണേ അല്ലാ. പടച്ചവനെ മദീന കാണാതെ മരിപ്പിക്കല്ല അല്ലാ, മക്ക കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. ഈമാൻ കൊടുക്കണേ അല്ലാ, അദബ് കൊടുക്കണേ അല്ലാ. അവരുടെ മാതാപിതാക്കൾക്കു ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ശമനങ്ങൾ കൊടുക്കണേ അല്ലാ. മരിക്കുമ്പോ ഈമാനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം കൊടുക്കണേ നാദോ. കബൂലാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പൈസയൊക്കെ എപ്പോഴാണ് ഉസ്താദെ കിട്ടണ്ടേ? നോമ്പ് കഴിഞ്ഞിട്ട് കിട്ടിയാൽ മതി. സ്ഥലം എവിടെ നിന്നാണ് വാങ്ങുന്നത് നിങ്ങൾ? അത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് പൈസ. അപ്പോൾ എത്ര രൂപ വേണം? ഏണി വെക്കാനെന്ന് പറഞ്ഞാൽ ഏണി വെച്ച് കയറേണ്ടി വരും. നിരപ്പാക്കാൻ പോയതിന് ശേഷം ഇൻഷാ അല്ലാഹ് റമളാൻ കഴിഞ്ഞിട്ട് ഇതിൻ്റെ പൈസ നിങ്ങൾ കൊടുത്താൽ മതി. ഇപ്പോൾ ഇന്നലെ തന്നവരുണ്ട്, ഇന്ന് ഏറ്റവരുണ്ട്. അല്ലാഹുവേ എല്ലാവരും ഇന്ന് കബൂലാക്കണേ അല്ലാഹ്, റാഹത്തിലാക്കണേ അല്ലാഹ്, സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ദഫ് കമ്മിറ്റിയുടെ 12,000 രൂപ അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ, പടച്ചവനെ സ്വീകരിക്കണേ അല്ലാ. ദഫ് കമ്മിറ്റിയുടെ വക 12,000 രൂപ നാദാ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ സന്തോഷത്തിലാക്കണേ അല്ലാ, ഈമാൻ കൊടുക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ, അദബ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ 51ാമത്തെ കൊല്ലത്തെ വാർഷികമാണ് റഹ്മാനേ. എല്ലാ ഖൈറുകളോ, എല്ലാ ബറകത്തുകളോ, എല്ലാ നിഅമത്തുകളോ കൊടുക്കണേ നാദാ, കബൂലാക്കണേ അല്ലാ. നിങ്ങളോട് സ്നേഹത്തിൽ ഞാൻ പറയുകയാ, ഇതെന്റെ ഖബറിലേക്കുള്ളതല്ലോ, നിങ്ങളുടെ പള്ളിക്കാടിന് വേണ്ടിയിട്ടാ, നിങ്ങളുടെ മഹലിലെ ഖബർസ്ഥാനിന് വേണ്ടിയിട്ടാ. ഉസ്താദ് പറഞ്ഞത് 2 പേരെ കൂടി ഖബറടക്കാം. ഒരാളും കൂടി മരിച്ചാൽ ബുദ്ധിമുട്ടാ, ഒരാളും കൂടി വിട പറഞ്ഞാൽ ബുദ്ധിമുട്ടാ. അല്ലാഹുവേ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഈ ഖബർസ്ഥാനിന് വേണ്ടി 1 രൂപയെങ്കിലും കൊടുത്തവരുണ്ടെങ്കിലോ അവർക്ക് ഖബറിലോ വിശാലത കൊടുക്കണേ അല്ലാ. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ, എൻ്റെ പള്ളിക്കാട്ടിക്കല്ല, ഉസ്താദിൻ്റെ മഹലിക്കല്ല, മുഅദ്ദിൻ ഉസ്താദിൻ്റെ മഹലിക്കല്ല, മുഅല്ലിമീങ്ങളുടെ മഹലിക്കല്ല, നിങ്ങൾ മരിച്ചാൽ നിങ്ങളെ കൊണ്ട് കിടത്താൻ വേണ്ടിയിട്ടുള്ള ഖബർസ്ഥാനിന് വേണ്ടിയിട്ടാണ്. ഉസ്താദെ ഇൻഷാ അല്ലാഹ് റമളാനിന് ശേഷം ഉസ്താദെ ഞാനൊരു 5,000 രൂപ കൊടുക്കാമെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ?
ഉസ്താദെ റമളാനിന് ശേഷം ഇൻഷാ അല്ലാഹ് എന്നെ കൊണ്ട് കൊടുക്കാൻ കഴിയുമെങ്കിൽ ഉസ്താദെ ഒരു 5000 രൂപ അൽഹംദുലില്ലാ ഞാൻ ഈ പള്ളി അൽഹംദുലില്ലാ ഒന്ന് പേരെന്താ? നിസാർ മൗലവി, സത്താർ മൗലവി. അല്ലാഹുവേ കബൂലാക്കണേ അല്ലാ, പടച്ചവനെ സ്വീകരിക്കണേ അല്ലാ, സത്താർ മൗലവിക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഉസ്താദേ കിട്ടുന്ന ശമ്പളം തികയുന്നില്ല, എന്നാൽ ഖബർസ്ഥാനിന് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത ഉസ്താദാണ്. കബൂലാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ, ഈമാൻ കൊടുക്കണേ അല്ലാ, അദബ് കൊടുക്കണേ അല്ലാ, തഖ്വ കൊടുക്കണേ അല്ലാ, ഇൽമിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, സന്തോഷങ്ങൾ കൊടുക്കണേ അല്ലാ, റാഹത്ത് കൊടുക്കണേ അല്ലാ. എല്ലാ സങ്കടങ്ങളോ, എല്ലാ വേദനകളോ, എല്ലാ യാതനകളോ മാറ്റി കൊടുക്കണേ അല്ലാ. മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഒരാളായി ഉസ്താദേ 2 ഞാൻ കൊടുക്കാം. ഉസ്താദേ അൽഹംദുലില്ലാ ഞാൻ മരിച്ചില്ലെങ്കിൽ ഉസ്താദെ റമളാനിക്ക് ശേഷം എൻ്റെ വക എൻ്റെ ഖബർസ്ഥാനിലേക്ക്, എൻ്റെ പള്ളിക്കാട്ടിലേക്ക് ഉസ്താദെ അൽഹംദുലില്ലാ ഞാൻ കൊടുക്കാമെന്ന് നിയ്യത്ത് ചെയ്യണം. ആരെങ്കിലും ഉണ്ടോ? ഇൻഷാ അല്ലാഹ് ഉപ്പ ഖബറില്ല, ഉപ്പ ഖബറില്ല, ഒരു സഹോദരൻ, ഒരു സ്വതക്ക. അല്ലാഹു നീ കബൂലാക്കണേ അല്ലാ, പടച്ചവനെ വാപ്പയുടെ ഖബർ വിശാലമാക്കണേ അല്ലാ, സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ, നരകം ഹറാമാക്കണേ അല്ലാ. പടച്ചവനെ ഉംറയ്ക്ക് പോകാൻ നിയ്യത്തുണ്ട്, ഹാസിലാക്കണേ അല്ലാ, ഹാസിലാക്കണേ അല്ലാ. പടച്ചവനെ റസൂലുള്ളാഹിയുടെ ചാരച്ചെന്ന് സലാം പറയാൻ, സലാത്ത് ചൊല്ലാൻ സൗഭാഗ്യം കൊടുക്കണേ അല്ലാ. കീറി മുറിക്കുന്ന രോഗങ്ങൾ കൊടുക്കല്ല അല്ലാ, ഹജ്ജും ഉംറയും ചെയ്യാതെ മരിപ്പിക്കല്ലേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. നേരത്തെ ഭക്ഷണം കഴിക്കാൻ പേരെന്താ? അലി എന്ന സഹോദരൻ അൽഹംദുലില്ലാ 10,000 രൂപ. അല്ലാഹുവേ കബൂലാക്കണേ അല്ലാ, പടച്ചവനെ സ്വീകരിക്കണേ അല്ലാ. 10,000 രൂപയ്ക്ക് പകരമായിട്ട് സ്വർഗ്ഗം കൊടുക്കണേ നാദാ. ജന്നാത്തുൽ ഫിർദൗസിൽ 10,000 കൊട്ടാരങ്ങളോ കൊടുക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. മൺമറഞ്ഞു പോയ കുടുംബാദികളുടെ ഖബറോ വിശാലമാക്കണേ അല്ലാ, സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. അവരുടെ മണ്ണറ മണിയറയാക്കണേ നാദാ, സ്വീകരിക്കണേ അല്ലാ. ഹജ്ജും ഉംറയും ചെയ്യാതെ മരിപ്പിക്കല്ലേ അല്ലാ. 650 ഒരു സഹോദരൻ. അല്ലാഹുവേ കബൂലാക്കണേ അല്ലാ, പടച്ചവനെ സ്വീകരിക്കണേ അല്ലോ, ഖൈറിലാക്കണേ റബ്ബേ, ആഫിയത്ത് കൊടുക്കണേ അല്ലോ. ഉസ്താദേ പറഞ്ഞ സംഖ്യയില്ല, ഉള്ളതിൽ നിന്ന് തരുകയാണോ എന്ന് പറഞ്ഞ പാവങ്ങളാണോ നാദാ, അതിന് പകരം സമ്പത്തിലോ വർധനവ് കൊടുക്കണേ അല്ലോ, സന്തോഷത്തിലാക്കണേ അല്ലോ, അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലോ, ഈമാൻ കൊടുക്കണേ അല്ലോ. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു റഹ്മത്തിലേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. റിക്ഷ അച്ചു 5000. അല്ലാഹു നീ സ്വീകരിക്കണേ റഹ്മാനേ, കബൂലാക്കണേ അല്ലാ. പടച്ചവനെ അച്ചു എന്ന് പറയുന്ന സഹോദരൻ അല്ലാ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവനെ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ജോലിയില് ബറക്കത്ത് കൊടുക്കണേ അല്ലാ, സന്തോഷങ്ങള് കൊടുക്കണേ അല്ലാ, രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാ, ദാമ്പത്തിക ജീവിതത്തില് ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഇന്നലെ നിങ്ങൾ കൊടുത്തവരാ, എന്നാലും കൊടുക്കാത്തവരുണ്ടെങ്കിലോ ആത്മാർത്ഥതയോടെ ഇഖ്ലാസോടെ സന്തോഷത്തോടെ കൊടുത്തുകൊള്ളുക. അല്ലാഹുവേ ഖൈറിലാക്കണേ അല്ലോ, ബറക്കത്തിലാക്കണേ അല്ലോ, ആഖിബത്ത് നന്നാക്കണേ അല്ലോ. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു ഖൈറിലാക്കട്ടെ. ആ പെണ്ണുങ്ങളുടെ ഭാഗത്ത് ആരാ പോയ? കൊടുത്ത പേനയും പുസ്തകവും തന്നിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്.
കൊടുത്തു വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യുക? അത് കീറിക്കളഞ്ഞ പ്ലെയിൻ വറുത്താതെ എന്ത് ചെയ്യുക? എല്ലാവരും തിരിച്ച് കൊടുത്തു വിടുക. അള്ളാഹു ഖൈറിലാക്കുമാറാവട്ടെ, റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ, സന്തോഷത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തെല്ലാം വേദനകളും യാതനകളും ഉണ്ടോ അതെല്ലാം അള്ളാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ. ഇന്നലെ ഒരുപാട് പേര് കൊടുത്തു അല്ലേ? 10,000 കൊടുത്തു, 25,000 കൊടുത്തു, എല്ലാവരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആകെ 110 ആളല്ലേ ഇവിടെ ഉള്ളൂ അല്ലേ? കുറച്ചാൾ ബാക്കിയുണ്ട്. നിങ്ങൾ ഓസിന് കബറിൽ പോയി കിടക്കാനാണെന്ന് വെച്ചാൽ നടക്കില്ല. ഉസ്താദെ ഓര് കൊടുക്കട്ടെ ഉസ്താദെ, ഞങ്ങൾ ഓര് കൊടുത്ത പൈസ നന്നാക്കിയിട്ട് കിടന്നോളാന്ന് വെച്ചാൽ ചിലപ്പോൾ നരകിച്ച് മരിക്കേണ്ടി വരും. അള്ളാഹു കാത്തിരിക്കട്ടെ, ഈമാൻ നൽകുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഉണ്ടോ? ഉസ്താദെ റമദാനിക്ക് ശേഷം ഞാൻ കൊടുക്കാം. ഇനി 5,000 കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഹജ്ജ് പെരുന്നാളും കുഴപ്പമില്ല. ഇപ്പം കിട്ടുന്നതനുസരിച്ച് നമ്മൾ നേരെയാക്കും അല്ലേ? കിട്ടുന്നതനുസരിച്ച് അൽഹംദുലില്ലാ 2-3 മാസം കൊണ്ട് നേരാക്കി ഇൻഷാ അല്ലാഹ് കൊണ്ടുപോകും. കൊടുക്കാൻ പറ്റുന്നവൻ എന്ത് ചെയ്യുക? കൊടുക്കുക. അള്ളാഹു കബൂലാക്കട്ടെ. പിന്നെ കമ്മിറ്റിക്കാരെന്ത് ചെയ്യുക? എങ്ങനെ? അല്ലെങ്കിൽ ഇപ്പം നമുക്ക് എന്താ ഉണ്ടെന്നത്? എങ്ങനെ? അല്ലെങ്കിൽ നമ്മൾ അസറായിനോട് കരഞ്ഞിട്ട് ദുആ ചെയ്യണം. അല്ലാഹ് ഹജ്ജ് പെരുന്നാൾ വരെ ഒരാളെ പോലും നീ മരിപ്പിക്കല്ലേ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് കാര്യം നടക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് നല്ല മരണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാണ്. മരിക്കൂലെന്ന് ചിന്തിക്കണ ആരെങ്കിലും ഉണ്ടോ? മരിക്കൂലെന്ന് ചിന്തിക്കണ ആരെങ്കിലും ഉണ്ടോ? ആദ്യ ഉപ്പാന്റെ പേര് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് 3,313 രൂപ. ഉപ്പ കബറല്ല. പുളിന്റെ ഇടയിൽ പുളിന്റെ ഇടയിലോ അബ്ദുൽ ഖാദർ ഹാജി 5,000 രൂപ. അള്ളാഹുവെ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ മറ്റൊരു സഹോദരൻ 3,313 രൂപ. അല്ലാ വാപ്പയുടെ ഖബറിലേക്കാണല്ലാ സ്വർഗം കൊടുക്കണേ നാദാ, ഖബർ വിശാലമാക്കണേ അല്ലാ, നരകം ഹറാമാക്കണേ അല്ലാ. പടച്ചവനെ പറഞ്ഞ വഅലുകൾ മുഴുവനും ജീവിതത്തിലേക്ക് കൊടുക്കണേ നാദാ, ഖബർ സ്വർഗമാക്കണ അല്ലാ, മണ്ണറ മണിയറയാക്കണ അല്ലാ. 5,000 രൂപയ്ക്ക് പകരമായിട്ടോ 3,313 രൂപയ്ക്ക് പകരമായിട്ടോ അവർക്ക് നീ കൊട്ടാരങ്ങളോ മണിമാളികകളോ കൊടുക്കണേ നാദാ. സ്വീകരിക്കണേ അല്ലാ, റാഹത്തിലാക്കണ അല്ലോ, സന്തോഷത്തിലാക്കണ അല്ലാ. ഖൈറിന്റെ കവാടങ്ങളോ തുറന്നു കൊടുക്കണേ അല്ലാ. ഈമാൻ കൊടുക്കണേ അല്ലാ. രോഗങ്ങൾ കൊടുക്കല്ല അല്ലാ. ക്യാൻസർ കൊടുക്കല്ല അല്ലാ. ബ്രെയിൻ ട്യൂമർ കൊടുക്കല്ല അല്ലാ. മൈഗ്രെയിൻ കൊടുക്കല്ലേ അല്ലാ. ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാ. ആഖിറത്തു നന്നാക്കണേ അല്ലാ. ഷരീഫ് മൊയ്തു 2 പേരും കൂടിയാ 2 പേരും കൂടി ഉപ്പാടെ പേരിൽ 10,000 രൂപ. 50 മാസം 9 മാസം കുഞ്ഞു മരണപ്പെട്ടു. അല്ലാഹുവേ നീ ഖബർ വിശാലമാക്കണേ അല്ലാ. 2 സഹോദരങ്ങൾ പ്രിയപ്പെട്ട പിതാവിന്റെ ഖബറിലേക്ക് 10,000 രൂപ നാദാ, അവരെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ അല്ലാ. ഖബർ പ്രകാശമാക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ, മണ്ണറ മണിയറയാക്കണേ അല്ലാ, ഈമാൻ കൊടുക്കണേ അല്ലോ. ആ വാപ്പാക്ക് ഖബറിൽ കിടന്നുകൊണ്ട് സന്തോഷിക്കാൻ സമസ്ത കൊടുക്കണേ അല്ലാ. സംജാതമാക്കണേ നാദോ. പടച്ചവനെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ അപരാധങ്ങളോ തിന്മകളോ പൊറുക്കണേ നാദാ, കബൂലാക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു റാഹത്തിലേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ കണ്ണ് കാണാൻ പോയി. എന്നാലും ഉസ്താദ് പറയാം 500 കണ്ടെന്ന്. എന്നാൽ ചെറിയ 2 പുള്ളി കണ്ണ് കാണുന്നില്ല, പക്ഷെ 500 കാണുന്നുണ്ടെന്ന് ഉസ്താദ് പറയാം. ഉസ്താദ്മാരൊക്കെ അങ്ങനെ എല്ലാവരും അങ്ങനെ വാടകയ്ക്ക് കിടക്കുന്ന ഒരാളാണ്. അൽഹംദുലില്ലാ 500 രൂപ. അൽഹംദുലില്ലാ മകൻ ഹിഫ്ദിന് പഠിക്കുന്നു, അവനെ ഹാഫിളാകാൻ വേണ്ടി. അല്ലാഹുവിനെ സ്വീകരിക്കണേ അല്ലാ. പൊന്നുമോനെ ഹാഫിളാക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ, ഈമാൻ കൊടുക്കണേ അല്ലാ, അദബ് കൊടുക്കണേ അല്ലോ, ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ചിന്താശക്തിയും കൊടുക്കണേ നാദാ. ഖൈറായ ഭവനങ്ങൾ കൊടുക്കണേ അല്ലാ. പുളിൻ്റടി മൊയിഞ്ച
10,000 അല്ലാഹുവേ കബൂലാക്കണേ അല്ലാ. മൺമറഞ്ഞു പോയ കുടുംബാദികളുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗം കൊടുക്കണേ അല്ലാ. നരകം ഹറാമാക്കണേ അല്ലാ. പടച്ചവനെ ജോലിയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. സമ്പത്തിൽ വർധനവ് കൊടുക്കണേ അല്ലാ. ഈമാനും അദബും തഖ്വയും കൊടുക്കണേ അല്ലാ. ഹജ്ജും ഉംറയും ചെയ്യാതെ മരിപ്പിക്കല്ലേ അല്ലാ. റാഹത്തിലാക്കണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. ശിഹാബുദ്ദീൻ തങ്ങൾ 10,000 തന്നു. കണ്ണാണം വയ്യ, ഞാൻ വയ്യ. ഇൻഷാ അല്ലാ 6,000 രൂപ. റസാക്ക് പരപ്പേക്കര 6,000 രൂപ. അല്ല സാർ, ഇത് രണ്ടും ഒരേ അക്ഷരം സാർ. അതെന്താ അറിയാം, കോഴിയുടെ കാല് കഴിച്ചതിൻ്റെ. ഇൻഷാ അല്ലാ 6,000 രൂപയല്ലേ സാർ? ഒരു 0 കൂടി ഇല്ലല്ലോ. 6,000 രൂപ. റസാക്ക് പരപ്പേക്കര. അൽഹംദുലില്ലാഹ് കബൂലാക്കണേ അല്ലാ. പടച്ചവനെ സ്വീകരിക്കണേ അല്ലാ. 6,000 രൂപ റസാഖ് എന്ന് പറയുന്ന സഹോദരനാണ്. ഖൈറിലാക്കണേ അല്ലാ. 6,000 രൂപയ്ക്ക് പകരമായിട്ട് മൺമറഞ്ഞു പോയ കുടുംബാദികളുടെ മണ്ണറോ മണിയറയാക്കണേ നാദോ. ഹൗദുൽ കൗസർ കൊടുക്കണേ അല്ലാ. അർശിന്റെ തണൽ കൊടുക്കണേ അല്ലാ. ഈമാൻ കൊടുക്കണേ അല്ലാ. പെടുത്തണേ അല്ലാ. പടച്ചവനെ സ്വർഗം കൊടുക്കണേ അല്ലാ. നരകം ഹറാമാക്കണേ അല്ലാ. കീറിമുറിക്കുന്ന രോഗങ്ങളോ ദുരിതങ്ങളോ ദുരന്തങ്ങളോ കാലവിപത്തുകളോ കൊടുക്കല്ലേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. റാഹത്തിലാക്കണേ അല്ലാ. സപ്പ് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കൊടുക്കാൻ മടിയാണ്, അല്ലെങ്കിൽ പൈസ തികയൊരു ഉസ്താദ എങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ 2 പേര്. ഞാൻ പറഞ്ഞു, ഈ പൈസ പങ്കിട്ടിട്ട് വിൽസ് വലിക്കുന്ന മക്കളുണ്ട് നമ്മുടെ നാട്ടിൽ അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ഇട്ടിട്ട് എടാ ഒരെണ്ണം എനിക്കാടാ, ഒരെണ്ണം നിൻ്റെ വാപ്പാക്ക് ഒരെണ്ണം അടാ ഇതാന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം വാപ്പാൻ്റെ നേരെ വാങ്ങിച്ചിട്ട് വലിക്കണ മക്കളുണ്ട്. ഞാൻ പറയുക, നിങ്ങളൊന്നേ വാപ്പയും മക്കളും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യുക, പള്ളിക്ക് പൈസ കൊടുക്കുക. അല്ലെ കൂട്ടുകാർ 2 പേര് ചേർന്നിട്ട് എടാ തെമ്മാടിത്തരങ്ങൾ ചെയ്തടാ മതി, ഇനി നന്നാകണം എന്നൊരു ചിന്ത വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യുക, ഖബറിലേക്ക് ഒരു നിയ്യത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നൊരു സംഖ്യ കൊടുക്കുക ഇൻഷാ അല്ലാഹ്. 2 സഹോദരങ്ങൾ കൂടി ചേർന്നിട്ട് 5,000 രൂപ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ കബൂലാക്കണേ അല്ലാ. റാഹത്തിലാക്കണേ അല്ലാ. സന്തോഷത്തിലാക്കണേ അല്ലാ. ഈമാൻ കൊടുക്കണേ അല്ലാ. അദബ് കൊടുക്കണേ അല്ലാ. തഖ്വ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ മരിക്കുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുന്ന വിഭാഗങ്ങളിലോ പെടുത്തണേ അല്ലാ. ആ സ്നേഹബന്ധം സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. മൺമറഞ്ഞു പോയ കുടുംബാദികളുടെ ഖബറോ വിശാലമാക്കണേ അല്ലാ. നരകം ഹറാമാക്കണ നാദോ. ആഖിബത്ത് നന്നാക്കണ അല്ലോ. മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലോ. അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അസി ഉപ്പയുടെ ഉമ്മ നവാസ് 2 പേരും 5,000 അത് 2 പേരും ഒരു ചേട്ടാനിമാരായിരിക്കും, ചങ്ങായിമാരെ, ക്ലോസ് ഫ്രണ്ട്സ്. അൽഹംദുലില്ലാ 2 സുഹൃത്തുക്കൾ. അല്ലാഹുവേ കബൂലാക്കണേ അല്ലാ. ഉസ്താദേ ഞങ്ങൾ കൂട്ടുകാരാ, ഉസ്താദേ ഞങ്ങൾ പള്ളിക്ക് വേണ്ടി പൈസ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് 2 സഹോദരങ്ങൾ 5,000 രൂപ അൽഹംദുലില്ലാ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ അവരെ നീ സ്വർഗത്തിലെ കൂട്ടുകാരാക്കണേ അല്ലാ. അബൂബക്കർ തങ്ങളോ റസൂലുള്ളയെ പോലെ, റസൂലുള്ളയും ഉമർ തങ്ങൾ പോലെ, റസൂലുള്ളയും സൽമാൻ തങ്ങളെ പോലെ, സൽമാൻ തങ്ങൾ ബിലാൽ തങ്ങളെ പോലെ, ബിലാൽ തങ്ങൾ പ്രവാചകനെ പോലെ. നാദാ ആ 2 കൂട്ടുകാരെ സ്വർഗത്തിലോ ഒരുമിപ്പിക്കണേ അല്ലാ. കബൂലാക്കണേ അല്ലാ. റാഹത്തിലാക്കണേ അല്ലാ. കൊളംബോ അമ്പാച്ചൻ്റെ പേരിൽ 2,000 രൂപ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗം കൊടുക്കണേ അല്ലാ. ഇവിടെ പറഞ്ഞ വഅല ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഈ സദഖ കണ്ടുകൊണ്ട് സന്തോഷിക്കാൻ അവസ്ഥ കൊടുക്കണേ നാദാ. ഖൈറിലാക്കണേ അല്ലാ. ഈമാനും അദബും തഖ്വയും കൊടുക്കണേ അല്ലാ.